കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. ചാവക്കാട് ബീച്ച് കാണാൻ പോയ വീട്ടമ്മയ്ക്ക് കളഞ്ഞു കിട്ടിയത് 1 പവന്റെ സ്വർണമാല. ഒടുവിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തി ഉടമയെ കണ്ടെത്തി മാല തിരികെ നൽകി. അടയ്ക്കക്കുണ്ട് സ്വദേശി കാഞ്ഞിരക്കൂടൻ മറിയയ്ക്കാണ് ആഭരണം വീണ് കിട്ടിയത്. ചാവക്കാട് സ്വദേശി പണിക്കൻ കരുണൻ, റീന ദമ്പതികളുടേതായിരുന്നു ആഭരണം. വ്യാഴാഴ്ച രാവിലെ കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മറിയ തനിക്ക് കിട്ടിയ മാല ഉടമയ്ക്ക് തിരികെ നൽകി. മാർച്ച് 29-നാണ് മറിയ തന്റെ സഹോദരനുമൊത്ത് ചാവക്കാട് ബീച്ച് കാണാൻ പോയത്. വൈകിട്ട് 6ഓടെ ബീച്ചിലൂടെ നടക്കുന്നതിനിടയിൽ മണൽപ്പാളികൾക്കുള്ളിൽ തിളങ്ങുന്ന വസ്തു ശ്രദ്ധയിൽപ്പെട്ടു. എടുത്തു നോക്കിയപ്പോൾ ഏകദേശം 1 പവൻ തോന്നിപ്പിക്കുന്ന സ്വർണമാല. നിരവധി പേർ എത്തുന്ന ബീച്ചിൽ നിന്ന് മാലയുടെ ഉടമയെ കണ്ടെത്തുക പ്രയാസമാണെന്നിരിക്കെ ഇതുമായി മറിയ നാട്ടിലേക്ക് തിരിച്ചു. തുടർന്ന് ബന്ധുക്കളുടെ സഹായത്തോടെ സോഷ്യൽ മീഡിയയിൽ ചാവക്കാട് ബീച്ചിൽ നിന്ന് മാല കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന പ്രചാരം ചെയ്തു. ഈ പോസ്റ്റ് കണ്ട പലരും ചാവക്കാട് ഭാഗത്തെ തങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തു. അങ്ങനെ മാലയുടെ ഉടമകളായ ചാവക്കാട് സ്വദേശി കരുണൻ, റീന ദമ്പതികളും ഇത് കണ്ടു. എന്റെ പേര് മറിയ എന്നാണ്. ചാവക്കാട് ബീച്ചിൽ ഞങ്ങൾ ടൂർ പോയപ്പോൾ അതിലങ്ങനെ നടക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഷൂ ഇട്ടിങ്ങനെ നോക്കുമ്പോ എന്താ ചെറുതായിട്ട് അതിന്റെ കുളത്തിങ്ങനെ കാണുന്നത്. അപ്പൊ ഞാൻ എന്തോ ഇത് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോ ഒരു മാലയായിരുന്നു. അപ്പൊ ഇനി അപ്പൊ രാത്രി ആകാനായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങള് സ്റ്റേഷനിൽ പോയിട്ട് അത് നടക്കൂലെന്ന് കണ്ടപ്പോ ഞങ്ങൾ വീട്ടിൽ കൊടുന്നു. അപ്പൊ ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. പെട്ടെന്ന് തന്നെ ആളെ കണ്ടെത്താൻ പറ്റിയ സന്തോഷമായി. 29-ാം തീയതി ബീച്ചിൽ പ്രഭാത സവാരി നടത്തുന്നതിനിടെയാണ് ഇവർക്ക് മാല നഷ്ടമായത്. അന്ന് പല വഴിക്കും അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്നാണ് ഫേസ്ബുക്ക് വഴി മറിയയുടെ കയ്യിലുണ്ടെന്ന വിവരം ലഭിച്ചത്. കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുകൂട്ടരുമെത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ മറിയ ആഭരണം ഉടമകളായ കരുണനും റീനയ്ക്കും കൈമാറി. ഞാനുള്ളൊരു ഇതൊക്കെ ചെയ്തത് ഇവരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരിങ്ങനെ സംസാരിക്കാൻ പറ്റിയൊരു സാഹചര്യം. അപ്പോ അവരുടെ ആ മനസ്സിനും നല്ല മനസ്സിന് അവർ പറഞ്ഞ ഒരു 6 മാസം കൂടി നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ട് ഇത് സമർപ്പിക്കാനൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇവരെ വിളിച്ചു. ഇന്ന് തന്നെ പോകുന്നു, ഇന്നലെ തന്നെ വരാന്ന് പറഞ്ഞപ്പോ ദൂരം കൂടുതലുണ്ടെന്ന് പറഞ്ഞു. ഞാനും ഹസ്ബൻഡും അനിയനും അനിയത്തിയും കൂടെ ഇവിടെ വന്നു. ഇവരത് ഞങ്ങൾക്ക് ഈ സ്റ്റേഷൻ മുഖാന്തിരേ തരുള്ളൂ എന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും അവകാശികൾ വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഇട്ട ഫോട്ടോ ഇതിന്റെ ലോക്കറ്റും അതിന്റെ കല്യാണം എടുത്ത കാർഡും എല്ലാതും ഇവർക്ക് സമർപ്പിച്ചു. മറിയയെ കരുവാരക്കുണ്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വി അനീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. സ്വദേശിയായ മറിയ എന്ന സ്ത്രീയുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അവരത് ഈ വിവരം സ്റ്റേഷനിൽ അറിയിച്ചു. കൂടാതെ അവർ സോഷ്യൽ മീഡിയ വഴി അതിന് വേണ്ട പബ്ലിസിറ്റി കൊടുത്തു. അതിൻ്റെ ഉടമസ്ഥനെ അത് കണ്ട് തിരിച്ചറിഞ്ഞു. ഇന്ന് രണ്ടുപേരും സ്റ്റേഷനിലെത്തി ആ മാല അവർ പരസ്പരം കൈമാറിയിട്ടുണ്ട്. എന്തായാലും നല്ല അഭിനന്ദനപരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. അതിന് ഇത് ചെയ്ത എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്.